പ്രാർത്ഥിക്കും, കർത്താവേ ഇത് പോണേ പോണേന്ന്. അപ്പോഴാ സമയത്ത് ബ്രദർ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, ആ സൗഖ്യത്തെ സ്വീകരിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ വചനത്താൽ ജനിച്ചവർ, വീണ്ടും ജനിച്ചവർക്ക് അതിന്റെ അവകാശമുണ്ട്. ആ ഒരു പറഞ്ഞ ഒരു സമയത്ത് എനിക്ക് അപ്പോഴേ എനിക്ക് മൈൻഡിൽ വല്ലാത്തൊരു ഫീലായി. ഞാൻ പറഞ്ഞു, കർത്താവേ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ നട്ടല് വേദന പോയതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് അതങ്ങ് വിട്ടു ബ്രദർ. പക്ഷെ എന്റെ മോള് അന്ന് അന്ന് പിറ്റേ ദിവസം ആയപ്പോ അവള് കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ മൂവിന്റെ സ്പ്രേ മേടിച്ചോണ്ടാണ് വന്നത്. കാരണം ഞാൻ രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവളോട് ചോദിച്ചു, നീ ഇപ്പൊ ഇത് എന്തിനാ വാങ്ങിയത്? അമ്മയ്ക്കല്ലേ നട്ടല് വേദനയെന്ന്. ബ്രദറെ, ആ സമയത്താണ് എനിക്ക് നട്ടല് വേദന ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ അറിയുന്നത്. ആ ക്ഷണത്തിൽ എല്ലാം പോയി. ഇവിടെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയാണ്. കേരളത്തിൽ മഴയാണ്, അതിൽ കൂടെ ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയാണ്. ഇന്ന് എനിക്ക് ഒത്തിരി തുണികൾ കഴുകാനും ജോലി ചെയ്യാനും എന്തോ ഒരു വല്ലാത്തൊരു ആരോഗ്യമായിരുന്നു. അതിന് എനിക്കൊരു ഭയങ്കര സന്തോഷം. അതാണ് എന്റെ സാക്ഷ്യം. ആമേൻ ആമേൻ. പ്രിയ സിസ്റ്റർ, എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്റർക്ക് നടുവിന്? നടുവിന് എനിക്ക് തോന്നുന്നു എപ്പോഴും ഉണ്ട് ബ്രദറെ. തൈലം ഇടും, പിന്നെ ആയുർവേദ കോളേജിൽ പോവും, നോക്കും, എടുക്കും. ഇങ്ങനെ തന്നെയാ എനിക്ക് തോന്നുന്ന. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അങ്ങ് വേദനയായിരുന്നു. എനിക്ക് ഭയങ്കര വേദന. എനിക്ക് ഇരിക്കാൻ വയ്യ. ബൈബിൾ വായിക്കാൻ ഞാൻ എന്റെ മൊബൈലിലാണ് ബൈബിൾ ഞാൻ വായിക്കുന്നത്. കാരണം കിടന്ന് എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ, അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല. ആ ടെയിൽ ബോണിന്റെ അവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. കംപ്ലീറ്റ് എന്റെ വേദന പോയി. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ്. 2 സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഒന്ന് മോന്റെ കാര്യത്തിൽ അവനെ ദൈവം ഈ UK കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു വാക്തത്വമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വഴികൾ, ഞാൻ പറഞ്ഞ എല്ലാ യാത്രകളും ദൈവത്താൽ ഉള്ളതല്ല, പക്ഷെ ചില യാത്രകൾ ദൈവം നിയോഗത്തിലുള്ള യാത്രയുണ്ട്. അവിടെ നമുക്ക് ഒരിക്കലും ഭാരമല്ല. പ്രിയസ് പറഞ്ഞത് അതിന്റെ വഴികൾ ഓരോന്നായി മകന്റെ മുമ്പിൽ തുറക്കുന്നുണ്ട്. അതുകൂടാതെ പ്രിയസ് പറഞ്ഞത് തന്നെ 4-5 വർഷമായിട്ട് പലയിടങ്ങളിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടും വേദനയില്ല. മോള് തിരുമ്മി മടുത്തതാണ്. പറഞ്ഞ പോലെ തന്നെ കുറെ നാള് പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും കാണുന്നില്ല. പക്ഷെ ഒരു ദിവസം പറഞ്ഞു, സൗഖ്യത്തെ കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിച്ചു, അതിനെ പ്രഖ്യാപിച്ചു. നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് രോഗം നമ്മുടെ ശരീരത്തിൽ വേണ്ടല്ലോ. ആമേൻ. അതെ, സൗഖ്യമാണ് നമ്മുടെ അവകാശമെന്ന് സിസ്റ്റർ പറയാൻ തുടങ്ങി. മോൾ എന്ത് ചെയ്തു, പോയിട്ട് വന്നപ്പോഴേക്കും മറ്റേ സ്പ്രേ ഒക്കെ ആയിട്ടാണ് വന്നത് വേദനയ്ക്കുള്ള. പക്ഷെ മറന്നുപോയി. എന്ന് ആലോചിച്ച് 3-4 വർഷമായിട്ട് അതികഠിനമായ വേദന ഉണ്ടായിരുന്ന ആൾ മറന്നു പോകുന്ന രീതിയിൽ ആ വേദനയുടെ ശക്തിയെ യേശു പറിച്ചു മാറ്റിയിരിക്കുന്നു. സൗഖ്യം നമ്മുടെ അവകാശമാണ്. സിസ്റ്റർ തീർച്ചയായിട്ടും നമ്മുടെ നടക്കാൻ പോകുന്ന ട്രിവാൻഡ്രം മീറ്റിംഗിൽ ഈ സാക്ഷ്യം പറയണം. സിസ്റ്ററെ പോലെ തകർന്നിരിക്കുന്ന രോഗാവസ്ഥയിലിരിക്കുന്ന അനേകർക്ക് ചാടി എണീക്കുവാൻ ഈ സാക്ഷ്യം ഒരു ഉപകാരമായി തീരും, ഇതൊരു അനുഗ്രഹമായി തീരും. ഞാൻ ഉറപ്പിച്ചു പറയും, ഇത് കേൾക്കുന്നവർക്ക് തന്നെ കർത്താവിന്റെ സൗഖ്യമായി തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇത് അനേകരോട് പറയണം, ഇന്ന് മുതൽ പറയണം, എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെയും സൗഖ്യമാക്കും. നടുവേദന മാത്രമല്ല, ഏത് രോഗത്തിൽ നോക്കി പറയണം, ഞാനൊരു വാക്ക് കൽപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞോണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ല, അവകാശങ്ങളുടെ മേൽ കൽപ്പിക്കുന്നവരാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും തലമുറകളെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. മോൻ പറഞ്ഞ പോലെ തന്നെ ഈ രാജ്യത്ത് വെച്ച് കാണണമെന്നാണ് മോന്റെ ആഗ്രഹം. അതുപോലെ തന്നെ കർത്താവ് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാൻ മേരിക്കുട്ടി മൈസൂരിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നില്ല, ഒരുമിച്ച് പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. മോൾ 1 വർഷമായിട്ട് ജർമ്മന്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു ബ്രദറെ. പക്ഷേ ഒരു 2 വിഷയം കിട്ടി, ബാക്കി 2 വേണ്ടി ഭയങ്കരമായിട്ട് എക്സാം ഒത്തിരി എഴുതിയിട്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല ബ്രദറെ. പക്ഷെ എന്നാൽ കഴിഞ്ഞ മാസം 23-ാം തീയതി മോൾ എക്സാം എഴുതി പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രദർ അവളുടെ പേര് ചൊല്ലി കർത്താവ് അവളെ കണ്ടു, അത്ഭുതം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഇന്ന് റിസൾട്ട് വന്നു ബ്രദറെ. ഫുൾ മൊഡ്യൂൾ അവൾക്ക് കിട്ടി ഇന്ന്. എല്ലാ മഹത്വം ദൈവത്തിന് ബ്രദറെ. തീർച്ചയായിട്ടും വഴികളും കർത്താവ് തുറന്നുകൊണ്ടിരിക്കുന്നു ബ്രദറെ. മെഞ്ഞാന്ന് ഇതുപോലെ സാക്ഷ്യം പറഞ്ഞായിരുന്നു, അതിന്റെ തുകയുടെ ആവശ്യങ്ങളെ കുറിച്ചും കർത്താവ് ആ വഴിയും തുറന്നു. എല്ലാ മഹത്വം യേശുവപ്പന്. പക്ഷെ ഈ വചനത്തിലൂടെ ഒത്തിരി ഞാൻ ബലപ്പെട്ടു ബ്രദറെ. ഇപ്പൊ ആരോടും പ്രാർത്ഥിക്കാനോ പ്രാർത്ഥന ചോദിക്കുകയോ ആരോടും പ്രാർത്ഥിക്കാൻ പറയുകയോ ഒന്നും ചെയ്യാതെ ഞാൻ സ്വന്തമായിട്ട് ബ്രദറെ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും കർത്താവ് എനിക്ക് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നു. എനിക്കിത് അത്ഭുതമെന്ന് തോന്നുന്നു ബ്രദറെ. ഈ സൂമിലൂടെ എനിക്ക് ഒത്തിരി പ്രയോജനമായി വചനം കേട്ട് ബ്രദറിന്റെ ബലപ്പെട്ടു ബ്രദറെ. എല്ലാം മഹത്വം ദൈവത്തിന് ബ്രദറെ. നന്ദി കർത്താവ്. പ്രീതിച്ച് പറഞ്ഞ പോലെ തന്നെ ഇന്ന് മോളുടെ വിഷയം കർത്താവ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. മോളുടെ പേര് ദൈവാത്മാവ് പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി.
അവൾക്ക് വേണ്ടി വഴി തുറക്കാൻ വേണ്ടി പോകാൻ നമ്മൾ കേട്ടു. കർത്താവ് ആ സാക്ഷ്യങ്ങളും കേൾക്കുവാൻ ഇടയായി തീർന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഇനി ഓരോ രാജ്യത്തും നിൽക്കുന്നതോട് നിങ്ങൾ ഓർത്തോണം. നമുക്ക് ആ രാജ്യങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ ദൈവം അനുവദിച്ചാൽ നമ്മൾ കാണുന്നുണ്ട്. വെറുതെ വന്ന് കാണുമല്ല, നിങ്ങൾ ഒരുമിച്ച് കാണുന്നതും നമ്മൾ ഓരോ രാജ്യത്തും പ്രാർത്ഥനകളെ ക്രമീകരിക്കുന്നത് നിങ്ങൾക്ക് ആ രാജ്യത്ത് കർത്താവ് നിങ്ങളെ ആക്കി വെച്ചതാണ്. അവിടെ നിങ്ങൾ ഫലം കായ്ക്കണം. അവിടെ പോയി നിങ്ങൾ അടിമകളാകാൻ വേണ്ടിയല്ല. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഏത് രാജ്യത്ത് ചെന്നാലും നിങ്ങൾ വേണം ഞാൻ ഈ രാജ്യത്ത് വാഴും. ബൈബിൾ പറഞ്ഞ പോലെ സമുദ്രത്തിലെ നന്മ എൻ്റെ അടുക്കിലേക്ക് വരും, ജാതികളുടെ സമ്പത്ത് എൻ്റെ അടുക്കിലേക്ക് വരുമെന്ന് പറയണം. ആ രാജ്യത്ത് നമ്മൾ ഫലം കായ്ക്കും, ദൈവം സാക്ഷിയാക്കുമ്പോൾ. എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് രാജ്യത്ത് വന്നാലും കർത്താവ് ഇവിടെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് വേണം, ഇവിടെ ഞങ്ങൾ സത്യവചനത്തിന് ഒരു വക്താക്കളാകുവാൻ ദൈവം ഞങ്ങൾ നിർത്തണമെന്ന് പ്രാർത്ഥിക്കണം. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളൊരു? പറഞ്ഞാട്ടെ. ഞാൻ മേരിക്കുട്ടി ആന്റണി മൈസൂരിലാണ്. കേൾക്കുന്നു? കഴിവതും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരാൾ പറയുമ്പം ഇവിടെ ബാക്കി ആളുകളെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് പറയുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എല്ലാം പ്രോബ്ലം ആവും. അതുകൊണ്ട് ഒരാൾ പറയുമ്പോൾ മറ്റാൾക്കാർ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളെ മ്യൂട്ട് ചെയ്യുന്നതാണ്, അതിന് ശേഷം നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. സിസ്റ്റർ പറഞ്ഞോട്ടെ. ഞാൻ മേരിക്കുട്ടി ആന്റണി മൈസൂരിൽ നിന്നാണ്. എന്റെ അടുത്ത് സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു ഔക്കാഡോ ട്രീ ഉണ്ട്, അതിങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്. പക്ഷെ എല്ലപ്പോഴും ഈ കുരങ്ങ് വന്നിട്ട് വെറുതെ അത് വലിച്ചു കീറി കളയും. പക്ഷെ ഞാൻ ഈ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയിൽ, നീ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് ഈ അടുത്ത ദിവസം ഞാൻ പാർക്കിലായിരുന്നു. അപ്പോഴ് പിന്നെ ഒരു കുരങ്ങ് അവിടെ വന്നു നിന്നു. അപ്പൊ എനിക്ക് തോന്നി ഞാൻ വേഗം വീട്ടിൽ പോയാലോ, ഒരുപക്ഷെ കുരങ്ങ് ചിലവ് പിന്നെ എന്നാലും ഞാൻ വിചാരിച്ചു ഒരനർത്ഥവും എനിക്ക് ഭവിക്കയിൽ, ഒരു ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. എനിക്ക് ആ പാർക്ക് അണ്ടർ കുറെ കാടൊക്കെ പിടിച്ചു കിടക്കുക. എന്നിട്ട് ഈ പിള്ളേര്, ഈ കളിക്കുന്ന പിള്ളേരെ കാടെല്ലാം പറിച്ചിട്ട് ചുറ്റുപാട് ഇട്ട് കളിച്ചു. അപ്പൊ നടക്കാനായിട്ട് ഒരു വൃത്തിയാണ്. അപ്പൊ ഞാൻ തന്നെ പോയിട്ട് കുറേ നേരം 12 വരെ ഞാൻ അത് വാരി പിന്നെ പാർക്കിന്റെ പുറത്ത് കൊണ്ട കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുരങ്ങും കയറിയിട്ടില്ല. അത് തന്നെയല്ല, ഇതൊരു കാര്യം. രണ്ടാമത് പിന്നെ എനിക്ക് ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. കാരണം ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാലിന് ക്രാംസ് കയറും എപ്പോഴും. അത് കുറച്ച് ഓടുകയോ കുറച്ച് ഓടുകയല്ല, നടക്കുകയോ അധികം നടന്നാല്. പക്ഷെ ഞാൻ ഈ ഒരു വചനം പറഞ്ഞ് റോമാലേഖനം എനിക്ക്, കാരണം ഈ രോഗത്തിന്റെ വിഷയത്തില് ഞാനിങ്ങനെ ഒരാൾ പറയുന്നു, പണ്ടൊരിക്കലും ഇങ്ങനെ ഈ വിഷയം കേട്ടതുകൊണ്ട് ഞാൻ ഈ വചനം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. റോമാലേഖനം 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇത് പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ല, കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ അതേ ആത്മാവിനെ കൊണ്ട് നമ്മളുടെ ഈ ശരീരാവയവങ്ങളിൽ മരിച്ച അവസ്ഥയിലോ അല്ലെങ്കിൽ രോഗങ്ങൾക്ക് അത് ജീവിപ്പിക്കും. അപ്പൊ ആ വചനം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴൊക്കെ ഇന്നൊക്കെ 1 മണിക്കൂറിൽ കൂടുതൽ, ഏകദേശം 1 മണിക്കൂറൊക്കെ ചുറ്റി നടക്കും. രാവിലെയൊക്കെ നടക്കാൻ പോകും പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് പക്ഷെ ഒരു ക്രാംസ് കയറുവോ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ വചനം വെച്ചിട്ടാണ് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുകയല്ല, ഞാനിത് ധ്യാനിച്ച് ഡിക്ലെയർ ചെയ്യും. ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ പോയിട്ട് 1 മണിക്കൂറോളം നടന്ന് ഞാൻ തിരിച്ചു വന്നിട്ടും എനിക്ക് ദൈവകൃപയാൽ ഒരു പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അർക്കപ്പെട്ട കുഞ്ഞാടിന് സകലം മഹത്വം അർപ്പിക്കുന്നു. ഈ ക്ലാസ് എനിക്ക് വളരെ അനുഗ്രഹമാണ്. ആന്റി പറഞ്ഞ പോലെ തന്നെ ശരീരത്തിന്റെ അകത്ത് ഇപ്പൊ കാലിന്റെ അകത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, രോഗാവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ വചനം പറഞ്ഞ് മരിച്ചവരെ ഉയർപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വചനം എന്ന വിത്ത് നിങ്ങളുടെ ഉള്ളത്തിൽ മുളയ്ക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഉള്ളത്തിലെ അന്തരീക്ഷങ്ങളെ അത് മാറ്റും, പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കും. ഇന്ന് ഇത്രയും നടന്നിട്ടും സാറിന് മടുത്തു പോകുന്ന ആളാണ്. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ദൈവം കൊടുത്ത ആരോഗ്യത്തിനും സൗഖ്യത്തിനും നന്ദി പറയുന്നു. ദൈവം കൊടുത്ത ബലത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇനി അനേകർക്കൊരു സാക്ഷ്യമായി തീരട്ടെ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എന്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മക്കളുടെ ഓർഗന വീടിന്റെ മേളിൽ റൂഫിനടിയിൽ കിടപ്പുണ്ടൊരെണ്ണം. അതിന്റെ കൂട്ടത്തില് ഈ കുടുക്ക, ഈ പൂച്ചയുടെ ഇതുള്ള ഒരു കുടുക്കയുണ്ട്, അവിടെ തന്നെ കിടപ്പുണ്ട്. പിള്ളേർക്ക് മൂത്തവന് വാങ്ങിച്ചതാ. അവനിപ്പം ഡിഗ്രി കഴിഞ്ഞ്, അവന് ജോലിയൊന്നും ആയില്ല.
ഇളയതിന് +2 കഴിഞ്ഞു. പക്ഷെ അവനൊരു ഒരു ഇത് കിട്ടാനുണ്ട്, മാത്സ് കിട്ടിയില്ല. ഈ പറഞ്ഞ ആലോചന സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ? ആണോ? ഈ ഓർഗൻ നമ്മുടെ മൂത്തന് വാങ്ങിച്ചതാ കൊച്ചിലെ, 5ാം ക്ലാസ് വെച്ച് വാങ്ങിച്ചതാ. അത് യേശുവിന്റെ നാമത്തിൽ ആ മോന് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് എന്നെ തൊടാൻ വേണ്ടി പോവാണ്. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റാൻ വേണ്ടി പോകും കേട്ടോ. ഓക്കെ, വലിയൊരു ആമേൻ. അനുഗ്രഹം കർത്താവിനെ തുറക്കാൻ വേണ്ടി പോകും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ബ്രദർ പറഞ്ഞു. ബ്രദറെ, വക്കീൽ നോട്ടീസ് വന്നെന്ന് പറഞ്ഞത് എന്റെ മോളുടെ കാര്യമാണ്. 3.5 വർഷം കൊണ്ട് അവൾ പിരിഞ്ഞു നിൽക്കുക. ഇപ്പൊ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് അവളുടെ ഹസ്ബൻഡ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സിസ്റ്റർ, ആ വക്കീൽ നോട്ടീസിൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പറഞ്ഞ തെറ്റിദ്ധാരണകളെ കൊണ്ടുവന്നിട്ട് കലഹത്തെ ഉണ്ടാക്കിയ ദുരാത്മാക്കൾ വിട്ടുപോകാൻ വേണ്ടി പോവാണ്. കൈവച്ച് പറഞ്ഞോണം, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്നുള്ള 91 സങ്കീർത്തനത്തിലെ വാക്യം പറഞ്ഞുകൊണ്ടിരുന്നോണം. നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചുരുളുകൾ അഴിയുന്നത് പോലെ കർത്താവ് ചില വഴികളെ തുറക്കും അതിൻ്റെ അകത്ത് കേട്ടോ. അത് കൈവച്ചെന്ന് പറഞ്ഞോണം. വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാ. ഗോഡ് ബ്ലസ്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞോ. ബ്രദർ, എബി പറഞ്ഞില്ലേ? എബി അതേപോലെ നമ്മുടെ ഒരു സഹോദരി ഉണ്ട് പറഞ്ഞില്ലേ? അവര് നമ്മുടെ ഫ്രണ്ടാണ്. അവര് മംഗലം ഡാമാണ്, പാലക്കാട് മംഗലം ഡാമിലാണ് താമസിക്കുന്നത്. അത് ഞാൻ അവരുടെ അടുത്ത് പറയാം, ഞാൻ ഏറ്റെടുക്കണം. അതേപോലെ ഈ മാസം പറഞ്ഞു. ഹലോ ബ്രദർ, പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് പ്രമീതയാണ്. ഞാൻ തൃശ്ശൂർ മീറ്റിംഗിന് കാത്തിരിക്കുകയാണ് ബ്രദർ. എൻട്രൻസ് എഴുതിയിരിക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി ആ കുട്ടി. അതേപോലെ വേറൊരു വിഷയം. കേൾക്കുന്നുണ്ട് ബ്രദർ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞു. കഴിഞ്ഞ ഈ ശനിയാഴ്ച നല്ല മഴയാണ് അവിടെ പാലക്കാട്. കംപ്ലീറ്റ് കാറ്റും മഴയും. രാത്രി പെട്ടെന്ന് ഷീറ്റുള്ള ഭാഗത്താണ് ഞങ്ങളെ കിടക്കുന്നത്. ബാക്കിയുള്ളവരുടെ ടെറസാണ്. അപ്പൊ അതിന് ചുറ്റും പരിസരത്തും മരങ്ങളുണ്ടായിരുന്നു. നല്ല കാറ്റടിക്കുന്ന സമയത്ത് ടെൻഷനായിരുന്നു. വീണ് കഴിഞ്ഞാൽ ഒരു 2 ലക്ഷത്തിൻ്റെയോളം നഷ്ടം വരും. പെട്ടെന്ന് ശാന്തമാക്കിയതേയും ഇപ്പൊ തന്നെ ഈ മഴയും കാറ്റെല്ലാം നിശ്ചലമാകട്ടെ. പകൽ പെയ്താലും കുഴപ്പമില്ല, രാവിലെ എണീച്ചാൽ മരമൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. ശേഷം രാത്രി മുഴുവൻ മഴ ചാറിയിട്ടേ ഉണ്ടായിരുന്നു. കാറ്റും നിലച്ചു, മഴയും നിലച്ചു. വലിയൊരു അനുഗ്രഹമാണ് അവിടെ നടന്നത്. ഇതേപോലെ വേറൊരു വിഷയമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവര് മക്കള് കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അവര് സ്നാനപ്പെട്ടവരാണ്. പിന്നെ അവർ ഈ ആഭിചാര മന്ത്രവാദങ്ങളൊക്കെ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ അവര് മനസ്സ് മുഴുവൻ ഇതായിരുന്നു, അമ്മയോട് വെറുപ്പായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കാ പറഞ്ഞതുപോലെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ അമ്മയൊക്കെ വിളിക്കാൻ തുടങ്ങി. നല്ലൊരു മാറ്റം വന്നു പറഞ്ഞു. ദൈവം വലിയൊരു അനുഗ്രഹമാണ് അവർ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനിയും പറയാം, ഇനി പ്രാർത്ഥിക്കാം, ടെൻഷൻ ആവണ്ട, അവർ തിരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് എന്നെ വരും പറഞ്ഞു. ആ മന്ത്രവാദത്തിലേക്ക് പോയി അവർ അകപ്പെട്ടിരിക്കുകയാണ് അവര്. അപ്പൊ ഞാൻ പറഞ്ഞു അതെല്ലാം പിടിച്ചെല്ലാം മാറി അവർ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും, നിങ്ങളെയൊക്കെ സ്നേഹിക്കും പറഞ്ഞു. ബ്രദർ, വലിയ അനുഗ്രഹമാണ് അവിടെ നടന്നത്. തീർച്ചയായിട്ടും പറയാ, കർത്താവ് ഉപയോഗിച്ചതും കുടുംബത്തിൽ കൊടുത്ത മാറ്റത്തിനും ഒക്കെ നന്ദി പറയുന്നു. ഇനിയും അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായിട്ട് കർത്താവ് മാറ്റട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബ്രദർ, ഒരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞായിരുന്നു. അത് എന്റെ ബൈബിളിലായിരുന്നു. എന്റെ 3 ബ്രദേഴ്സ് ആയിരുന്നു. ഒരാൾ മരിച്ചുപോയി. അതില് 3 ബ്രദേഴ്സിന്റെ അതിൽ നടുക്കത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ എന്റെ ബ്രദറാണെന്ന്. എന്തോ സിസ്റ്ററുടെ ബൈബിളിലാണോ ഫോട്ടോ ഇരുന്നത്? അതെ, എന്റെ ബൈബിളിലാണ്. അത് ഞാനിപ്പോ അതെടുത്ത് മാറ്റി. നടുക്ക് നിൽക്കുന്നതാണോ ജീവനോടെ ഉള്ളത്? അല്ല, ആ ജീവനുള്ള ആൾ 4ാമത്തെ ആളായിരുന്നു. അങ്ങനെ ഇല്ലാതെ ബ്രദർ പറഞ്ഞ 3 പേര്. അതിൽ ആ നടുക്കത്തെ ആൾക്ക് വേണ്ടി ഞാൻ കൈതൊട്ട് പ്രാർത്ഥിച്ചിപ്പോ ബ്രദർ പറഞ്ഞ പിന്നെ. നടുക്കുന്നയാളാണ് ഇപ്പൊ ജീവനോടെ ഉള്ളത് അതോ മരണപ്പെട്ട ആളാണോ? അതെ, ജീവനുള്ള ആൾ അതാണ്. 4 പേര്. അതിൽ ഒരാളെ ഞാൻ കൗണ്ട് ചെയ്യാതെ ഈ 3 പേരിൽ നടുക്കത്തെ ആള്. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു അനർത്ഥം ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നു. വലിയൊരു ദുഃഖവാർത്ത കേൾക്കേണ്ട സ്ഥാനത്ത് ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മളെ കാണുന്നു. ഇനി ഫോട്ടോ ബൈബിളിൽ വെക്കരുത് കേട്ടോ. ബൈബിളിൽ നമ്മൾ ഫോട്ടോ വെക്കണം. കർത്താവ് അത് കണ്ടതാണ്, കാണിച്ചു
വിളിച്ചതാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് വേണ്ടി ബ്ലസ് ചെയ്തോണം. നിങ്ങളെ മുഖാന്തര വ്യക്തിക്ക് ദൈവ അനുഗ്രഹത്തെ തുറക്കാൻ വേണ്ടി പോവാണ്. സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, എനിക്കൊരു വലിയ സാക്ഷ്യം പറയാനുണ്ടെന്ന്. അമ്മയ്ക്ക് ഈ ആഴ്ച ഇച്ചിരി ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതയായിരുന്നു. കാലാവസ്ഥ അങ്ങോട്ട് മാറിയപ്പം തൊട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വചനം മെഡിസിൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ എല്ലാവരും വന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഈ മെഡിസിൻ കൊടുക്കുന്നോണ്ട് അനങ്ങാതിരുന്ന് ഇപ്പൊ ഈ കാലാവസ്ഥയെ കൊണ്ടുപോയാലും ശരിയാവത്തില്ലല്ലോ എന്നും പറഞ്ഞു നടന്നൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ ഈ ആഴ്ച മഴക്കാലം വന്നപ്പോഴത്തേക്ക് അങ്ങ് ഡൗൺ ആയി. ഡൗൺ എന്ന് പറഞ്ഞ പോലെ ഇന്നലെ ഈ സമയത്തൊക്കെ അങ്ങ് ഗ്യാസ്പിങ് വരുന്ന അതേ കണ്ടീഷനായി. പിന്നെ സൂം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് വീണ്ടും വചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വചനം പറയുകയല്ല, വചനമൊന്നും മെഡിസിൻ അങ്ങ് ആദ്യമൊക്കെ ഞാൻ 3 നേരം കൊടുത്തു, 4 നേരം കൊടുത്തു, 5 നേരം, പിന്നെ അങ്ങ് അവരിൽ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ. ഇന്നലെ പിന്നെ അങ്ങ് സഹി കെട്ടപ്പോ ഞാൻ ബ്രദറിനെ വിളിച്ചായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങയുടെ പ്രാർത്ഥനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ കേൾപ്പിച്ചു. ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു, എങ്കിലും അതെല്ലാം ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ കേൾപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പിന്നെ യേശുദേവനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ കിടന്നുകൊണ്ട് കണ്ണ് തുറക്കാത്ത ഭയങ്കര ഡിസോർഡർ ആയിട്ട് കിടന്നപ്പോഴും അത് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചേടാ, ഞാൻ ഇത് കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ല. അപ്പോഴേ ഞാനിങ്ങനെ ഈ ആഴ്ച നടക്കുമ്പോഴൊക്കെ എന്റെ പുറയില് ഇങ്ങനെ ആരോ നടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയം വരുന്നില്ലായിരുന്നു, ഇങ്ങനെ ഡോറിന്റെ അടുത്ത് വരുന്നതായിട്ടൊക്കെ. അപ്പോൾ അമ്മ ഇത് പറഞ്ഞപ്പോ എനിക്കിത് ഓർമ്മ വന്നിടാ, ഇത് എനിക്കും ഇപ്പൊ തോന്നിയല്ലോ. അപ്പൊ അമ്മ ഇത് പറഞ്ഞപ്പോഴാണെങ്കിലും എനിക്കത് ഫീൽ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ബ്രദറിനെ വിളിച്ചെന്നാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ബ്രദർ പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്ക് പറയണല്ലോ, 11 മണിക്ക് അമ്മ എടുത്തിട്ട് ഞാൻ കുറേ അങ്ങ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അതിന് ഇച്ചിരി കഞ്ഞി കൊണ്ടുവന്ന് സ്പൂണിൽ ഇങ്ങനെ കോരി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴത്തെ പൾസും ബി പി ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ രാവിലെ ഇന്ന് 11 മണിയായപ്പോഴത്തേക്ക് പൾസൊക്കെ നോർമലായി, ഷുഗർ നോർമലായി. കഞ്ഞി ഇങ്ങനെ കൊടുത്തപ്പോ അമ്മ പാത്രത്തിൽ താന്നും പറഞ്ഞ് പാത്രത്തോട് മേടിച്ചിങ്ങനെ കുടിച്ചു. പിന്നെ അതിനുശേഷം 1-2 തവണ എഴുന്നേറ്റു. ഇപ്പോഴും അത് സംസാരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്റെ ആ എമർജൻസി ഒക്കെ കർത്താവ് മാറ്റി. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലും പോയില്ല, ഒന്നും പോകാതെ എന്റെ കർത്താവ് ദാസന്റെ പ്രാർത്ഥന എനിക്ക് ഒരുപാട് അനുഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അത്ഭുത സാക്ഷിയായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ അമ്മ അങ്ങ് പോയതായിരുന്നു. തിരിച്ചെനിക്ക് ഇന്ന് എന്റെ കർത്താവ് എനിക്ക് തിരിച്ചു കൊണ്ടു തന്നു. നൂറാനുകൂടി കർത്താവ് തീർച്ചയായിട്ടും പ്രിയ ഗീതാശ്രീ പറഞ്ഞുകൊണ്ട് തന്നെ വല്ലാത്തൊരു മരണത്തിന്റെ വക്കിലായിരുന്നു. കർത്താവ് പ്രിയ മാതാവിനെ വിടുവിച്ചതാണെങ്കിൽ പിന്നീട് ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു മെഡിസിൻ കൊടുക്കുന്നത് പോലെ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ആഹാരം കഴിക്കുവാനും ബലപ്പെടുവാനും കർത്താവ് സൗഖ്യത്തോടെ നിൽക്കുവാനും ദൈവം സഹായിച്ചു. കർത്താവിന്റെ വചനം നമുക്ക് ജീവനെയും സമൃദ്ധിയെ നൽകുന്നതാണ്. അതിന്റെ തെളിവാണ് കർത്താവിൽ ഈ സാക്ഷ്യം. ഇനിയും ആ അവസ്ഥകൾക്കകത്ത് മുഴുവനും വചനത്തിന്റെ നിറവിനാലുള്ള അത്ഭുതങ്ങളാൽ കുടുംബത്തിൽ നിറയട്ടെ. ഗീതാശ്രീ മാതാവിനെയും കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കുന്നു. വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് ഇനിയും തുറക്കട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ധൈര്യമായിട്ടിരിക്കുക, യേശു കൂടെയുണ്ട് കേട്ടോ. ആമേൻ. ഹലോ ബ്രദറെ. ഹലോ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞതാണ് ഒരു മതിലിന്റെ പ്രശ്നം, അയൽവാസിയുമായിട്ടുള്ള തർക്കം. അത് ഇതിനു മുമ്പും ബ്രദർ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ വിഷയമാണ്. ഞങ്ങളുടെ വീടിന് താഴത്തെ വീട്ടുകാര് ഞങ്ങളുടെ മതില് അത് എപ്പോഴും അവിടെ വന്ന് മണ്ണ് മാന്തും. അപ്പൊ ആ മതിൽ വീണാല് ഞങ്ങളുടെ വീട് ഇടിഞ്ഞ് താഴെ പോവും. ആ അവസ്ഥയിലാണ്. പക്ഷെ അവരുടെ അടുത്ത് മണ്ണ് മാന്തരുതെന്ന് പറഞ്ഞാൽ അവർ ആ ഞങ്ങളുടെ മതിലിന്റെ അവിടുത്തെ മണ്ണിനെ മാന്തും. അങ്ങനെ ഞങ്ങൾ കോർപ്പറേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. അവരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ്, എനിക്കൊരു മോനേ ഉള്ളൂ, മോൻ ചെന്ന് പറഞ്ഞു, ചേട്ടാ അങ്ങനെ മണ്ണ് മാന്തരുത്, ഞങ്ങളുടെ മതിൽ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ തർക്കത്തിനൊന്നും പോയില്ല. കോർപ്പറേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു പേപ്പർ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്ത്, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. പക്ഷെ ഇന്നലെയും ദൈവം ബ്രദറിന്റെ നാവിൽ കൂടി സംസാരിക്കാൻ ഇടയായി. ദൈവം ആ വിഷയം ഏറ്റെടുത്തു. തലമുറയ്ക്കെതിരായിട്ട് അവര് ചെയ്തതൊന്നും ഫലിക്കാതെ വണ്ണം ദൈവം പൈതലിനെ കാക്കുന്നതായിട്ടും ബ്രദറിന്റെ നാവിൽ കൂടി സംസാരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് നന്ദി, ബ്രദറിന് നന്ദി പറയുന്നു.
തീർച്ചയായിട്ടും പ്രശ്നം ഞങ്ങളുടെ കർത്താവ് വീട്ടിലായിരുന്നു. നമുക്ക് തലമുറക്കെതിരെ വിരോധമായി പ്രവർത്തിക്കാൻ നോക്കുന്ന ഇന്നലെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയതാണ് ആ വിഷയം. കർത്താവ് നിങ്ങളുടെ ഭാരങ്ങളെ പ്രശ്നങ്ങളെ അറിയുന്നു. കർത്താവ് ഇടപെടുകയാണ് ആ വിഷയത്തിന് മേൽ. ഇനി ഒന്നും ഭാരപ്പെടേണ്ട, വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവിരോധമായി നിൽക്കുന്ന വ്യക്തി മുട്ടുകുത്തി നമുക്ക് അനുകൂലമായി തന്നെ ഇടപെടുന്ന ദിവസങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞോ. ബ്രദർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. പറഞ്ഞോ. ഹലോ പ്രൈസ് അതിന്റെ ഒരു ഹലോ, പറഞ്ഞോ. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ബ്രദറെ, പിന്നെ രണ്ട് ആലോചന പറഞ്ഞ, ഒന്ന് വസ്തു പകുതി വിറ്റതും മറ്റേ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, അത് എന്റെ അവസ്ഥയാണ്. പിന്നെ ഒന്ന് എന്റെ സഹോദരിയുടെ മക്കളാണ്, എബിനും പിന്നെ ആദി എന്ന് പറയുന്ന രണ്ട് മക്കളെ. അത് രണ്ടും ഞാൻ ഏറ്റെടുക്കും. ഈ സ്ഥലം വിറ്റത് സെബാസ്റ്റ്യൻ പിന്നെ ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? അത് പാസ്റ്റർ പറഞ്ഞതാ. പിന്നെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളിൽ കൂടെ നന്മ വരുന്നെന്ന് പറയും. അത് ഏറ്റെടുത്തോ. കർത്താവ് എന്നത് സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകട്ടോ. വലിയ ദൈവപ്രവർത്തിക്ക് ഞാൻ മകളുടെ ഒരു വിദ്യാഭ്യാസ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയായിരുന്നു. ബാക്കി താമസിക്കുന്ന സ്ഥലം വിൽക്കണം മനസ്സിൽ കയറിയായിരുന്നു. പക്ഷെ അതാണ് ഇപ്പൊ പറഞ്ഞത്. അത് വിൽക്കണ്ട, വിൽക്കാതെ തന്നെ ദൈവം ഒരു വഴി തുറക്കും കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞു. ഞാനിപ്പോ 8 മാസമായി സത്യവിളിച്ചിട്ട് പ്ലാറ്റ്ഫോമിൽ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എന്റെ അമ്മ മരിച്ചപ്പോഴേ ഞാൻ ഇതിനകത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോയി. ഞാൻ വലിയ മാനസിക രോഗത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പോയ ഒരാളാണ്. അപ്പൊ ഈ സത്യവിളിച്ചം ഞാൻ യൂട്യൂബിനകത്തിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞ ഈ വചനം കേട്ടു തുടങ്ങിയാണ് എനിക്കൊരു 2ാം ജന്മം കിട്ടിയത്. ഒരിക്കലും എനിക്ക് പാസ്റ്ററിനെ മറക്കാനൊക്കത്തില്ല. കാരണം ഞാൻ എന്നും അത് മനസ്സിൽ ചിന്തിക്കും. നന്ദിയോടെ ആ സാഹചര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു. കാരണം ഞാൻ അത്രമാത്രം പ്രഷറിലും അമ്മയുടെ മരണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പോയി. അമ്മ 82ാമത്തെ വയസ്സിലാണ് മരിച്ചെങ്കിലും ഞാനും അമ്മയായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ മക്കളുടെ കൂട്ടല്ല. ഞാൻ അമിതമായിട്ട് അമ്മയെ അങ്ങ് സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ മരണം പെട്ടെന്ന് നടന്നപ്പോഴത്തേക്ക് ഞാൻ ഒറ്റപ്പെട്ട ഫീലിംഗ് ആയിപ്പോയി എനിക്ക്. ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ട്. എങ്കിൽ തന്നെ എനിക്ക് വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 2 മണിക്കൂറൊക്കെ ഞാൻ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്തായി സത്യവിളിച്ചം എന്നുള്ള പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നതും ഇതിനകത്തിൽ കയറുന്നതും ഒക്കെ. അന്ന് മുതൽ ഇങ്ങോട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, വചനമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില ടെൻഷൻസ് ഇതിനിടയ്ക്കുണ്ട്. അതെല്ലാം ദൈവം ഓവർകം ചെയ്യാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. വളരെയധികം സന്തോഷം. വാസനെയും കുടുംബത്തെ ഓർക്കുന്നു, എല്ലാവരെയും ഓർക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദി പിതാവ്. ഇന്ന് പ്രിയ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ വലിയ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയതാണ്. എന്നാൽ കർത്താവ് ഇന്ന് ഈ അവസ്ഥയിൽ നിന്നും ഇന്ന് സന്തോഷത്തോടെ, ഇന്ന് സമാധാനത്തോടെ അതിൽ നിന്നും ഒത്തയും മോചനം പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കിയ മാനസികമായ ബുദ്ധിമുട്ടുള്ള ദൈവമായിട്ടത് മാത്രമല്ല, ആലോചനകളാലും ദൈവപ്രവർത്തികളാലും ദൈവം കൊടുത്തു. ഇനിയും മുന്നോട്ട് അനേകർക്കൊരു അനുഗ്രഹവും സാക്ഷ്യവുമാക്കി ദൈവം മാറ്റും. അത് അടുത്ത് വന്നിരിക്കുന്നു. സമാധാനത്തോടെ ഇരിക്കുക. കർത്താവ് ഇനിയും സഹായിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ബ്രദർ. താങ്ക് യു. എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു. ആക്ച്വലി ഞാനെല്ലാം ഏപ്രിൽ തൊട്ട് ഞാൻ ഈ ജോയിൻ തുടങ്ങിയ ജനുവരിയിൽ ഞാൻ എൻ്റെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തിരുന്നു, ലിപ്പിഡ് പ്രൊഫൈൽ. അപ്പോൾ അതിലെല്ലാം റിപ്പോർട്ട് അബ്നോർമൽ ആയിരുന്നു, എല്ലാ റിപ്പോർട്ടും. അപ്പോൾ ഞാൻ ഈ ചേർന്നതിന് ശേഷം ഞാൻ എപ്പോഴും വചനം വെച്ച് പ്രാർത്ഥിക്കും, യേശുവിൻ്റെ അടുത്ത് എനിക്ക് സൗഖ്യം ലഭിച്ചു, സഭയ്ക്ക് വന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് ഞാൻ മിഞ്ഞാന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ എല്ലാ റിപ്പോർട്ടും നോർമലായി വന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു. ആമേൻ. നന്ദി കർത്താവ്. പരീക്ഷ പറഞ്ഞ റിപ്പോർട്ട് മുഴുവനും പ്രതികൂലമായിരുന്നു. പക്ഷേ കർത്താവിന്റെ വചനത്തിൽ സൗഖ്യം വരണേന്നല്ല, വന്നിരിക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ട് വരുവെന്നല്ല, വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് പറഞ്ഞ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് 2ാമത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ കാര്യങ്ങളും നോർമലായി. സ്വർഗം പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി. കർത്താവ് ഇനിയും സാക്ഷ്യമാക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഇത് കൊല്ലത്തുനിന്നാണ്. കേൾക്കുന്നുണ്ടോ ബ്രദറെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ബ്രദർ പറഞ്ഞില്ലായിരുന്നു വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു റൂമിൽ ഇങ്ങനെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വീട് കാണുന്നുണ്ട്, അത് ആരുടെ വീടാണെന്ന് ബ്രദർ ചോദിച്ചായിരുന്നു പ്രാർത്ഥിച്ചപ്പോ. അത് എന്റെ വീട്ടിലാണ് ബ്രദറെ.
എന്റെ വീടിന്റെ ഫസ്റ്റ് ഡോറിൽ കയറുന്ന ഡോറിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് 2 രാജാക്കന്മാരുടെ 4-ന്റെ 7-ാം വചനമാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. നീ പോയി എണ്ണ വിറ്റ് എന്റെ കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കൾ ഉപജീവനം കഴിച്ചുകൊള്ളുക എന്നുള്ള വചനം ഞാൻ എന്റെ വീടിന്റെ ഫസ്റ്റ് ഡോറിൽ എഴുതി വെച്ചിരിക്കുന്ന വചനമാണ് ബ്രദറെ. എന്നിട്ട് ആമേൻ. ബ്രദർ അത് അത് കൈവച്ച് പറഞ്ഞായിരുന്നു സിസ്റ്ററെ, ഇങ്ങനെ ഇടപെടും. അതെ അതെ, കൈവച്ച് സിസ്റ്റർ ഏറ്റെടുത്തോണം. ഇന്ന് നമ്മൾ ഇടപെട്ട വചനമാണ്, ഇന്ന് സംസാരിച്ച വചനം കൂടെ തന്നെയാണ്. അതേപോലെ വർധന ഉണ്ടാകാൻ, വലിയൊരു ശേഷിപ്പ് ഉണ്ടാകാൻ വേണ്ടി, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ വർധന ഉണ്ടാകാൻ വേണ്ടി പോവാണ്. അത് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വചനത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാട്ടെ, വചനം അമ്മേ, ഏറ്റു പറഞ്ഞാട്ടെ, അതേപോലെ വർധനവിനെ കർത്താവ് ചെയ്യും കേട്ടോ. എനിക്ക് അമേൻ അമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ ബ്രദർ, ബ്രദർ ഒരു കാര്യം പറയാനുണ്ട്. ഹലോ, പറഞ്ഞു. നമ്മുടെ റിലേറ്റീവാണ്, ഒരു പേര് രാജി എന്നാണേ. ഒരു 63 വയസ്സാവും. അവർക്ക് ഷുഗർ ഉണ്ട്, BP ഉണ്ട്. പിന്നെ അവർ അങ്ങനെയൊന്നും മരുന്നും ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പൊ 2 ആൺമക്കളാണ്. അപ്പൊ ഉള്ളവരൊക്കെ ദൂരെയാണ് ഉള്ളത്. പെട്ടെന്നാണ് അവർക്ക് വയ്യാണ്ടായത്. ഫുഡൊന്നും ചെല്ലുന്നില്ല, മരുന്നും ഇല്ലാണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി, നെന്മാറയിൽ. അപ്പൊ അവിടെ നിന്ന് അതൊക്കെ നോക്കിയ ആ സമയത്തുണ്ട് അവർക്ക് എല്ലാം കൂടുതലായിരുന്നു. BP കൂടുതല്, ഷുഗർ കൂടുതല്, അതേപോലെ ശ്വാസം മുട്ടലും. അപ്പൊ ഈ വിവരം ഞാൻ ഇന്നലെ അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കൊണ്ടുപോയത് അങ്ങനെ കാഷ്വാലിറ്റിക്ക് കയറ്റി. പിന്നെ ആ മക്കളെയൊക്കെ വരാൻ പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ ആ ശ്വാസം മുട്ടൽ നോർമലായിട്ട് വന്നു. ഇനി ഇവർക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. ഡോക്ടറാണെങ്കിൽ ലീവാണ്. പിന്നെ വേറെ സാധാരണ ഡ്യൂട്ടിയുള്ള ഡോക്ടർമാരാണ് വന്ന് ടെസ്റ്റ് ചെയ്തത്. പിന്നെ അന്നത്തെ ദിവസം ആ ഡോക്ടർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത്ര, ഇവരെ ടെസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ. ആ ഡോക്ടർ താൽക്കാലത്തേക്ക് ഒന്ന് വന്നു നോക്കിയ സമയത്ത് ഇവരിങ്ങനെ കിടക്കുന്നു. അപ്പൊ കിടക്കുന്ന സമയത്ത് നമുക്ക് മരുന്ന് കൊടുക്കാതിന് ശേഷം വേണ്ടത് തീരുമാനിക്കും. ഇവർക്ക് ഇനി വേറെ വല്ല പ്രശ്നം ഉണ്ടോ നോക്കണം, സ്റ്റോക്ക് ഉണ്ടോ നോക്കണം, അങ്ങനെയാണെങ്കിൽ ആൻജിയോ ചെയ്യേണ്ടി വരും, ശ്വാസമുട്ടലൊക്കെ നോർമൽ ആവണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. രാത്രിയെല്ലാം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, അത് കേട്ടിട്ട് ടെൻഷനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാലത്ത് എണീറ്റ് ഞാൻ ഒരു 11 മണിയാകുമ്പോൾ വിളിച്ചു ചോദിച്ചപ്പോ എല്ലാം നോർമലായി. നേരെ ICUയിലേക്കൊന്നും കൊണ്ടുപോയില്ല, റൂമിലേക്കേ കൊണ്ടുപോകുന്നു. ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല, പ്രാർത്ഥിച്ചുള്ള ഉടനെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവരികയും ചെയ്തു. ഇനിയുള്ള ടെസ്റ്റ് ഒക്കെ നടത്തണം എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ യൂറിന് പോകാൻ ട്യൂബ് വെച്ചു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് ചെയ്യാൻ പോണ സമയത്ത് ട്യൂബ് ഒന്ന് കളയി. അപ്പൊ ബ്ലഡ് കണ്ടു പറഞ്ഞു. അപ്പൊ ഈ ബ്ലഡ് കണ്ടതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ക്ലീൻ ചെയ്ത് കിടത്തി. അപ്പൊ ഫുഡ് രാവിലെ 2 ദോശയൊക്കെ കഴിച്ചു പറഞ്ഞു. പിന്നെ അതിനുശേഷം BP ഒക്കെ നോർമലായി. പിന്നെ ടെൻഷനായിട്ട് ഹൈ പവർ BP ആയി, 180 പറഞ്ഞു. മാറും പറഞ്ഞു. അപ്പൊ അവര് ഫുഡൊന്നും കഴിക്കാം. അപ്പൊ സ്റ്റോക്ക് ഉണ്ട്, ആൻജിയോ ചെയ്യണം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് രാത്രി എനിക്കിപ്പോ വിളിച്ചൊന്ന് റിസൾട്ട് തരുന്ന വിചാരിച്ച്, പക്ഷെ അവര് വിളിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ട് ഇവര്. നാളെ ആകുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് ദൈവം പ്രവർത്തിക്കും, നല്ലൊരു വിശ്വാസമുണ്ട്. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റിയ സിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ സകല കാര്യങ്ങളെയും ദൈവം അനുകൂലമാക്കിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ദൈവം വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റും. ഇനിയും ദൈവ നന്മകളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. സാക്ഷ്യങ്ങളാൽ സ്വർഗം നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? ഹലോ ബ്രദറെ, പറഞ്ഞോ. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, ബ്രദറെ, പറഞ്ഞു. 22-ാം തീയതി ബ്രദർ അന്നെങ്കിൽ രോഗം മാറുവാന് പ്രാർത്ഥിച്ച ഇതിനകത്തുണ്ട്, സൂമിലുണ്ടായിരുന്നു. അന്ന് രോഗം മാറാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞൊരു വചനം അങ്ങ് ഉണ്ടായിരുന്നു. അന്ന് എനിക്കാണെങ്കിൽ നടുവിന് വേദനയായിട്ട് ഭയങ്കര, എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ. അപ്പൊ മുട്ടിനും വേദന. എനിക്കിപ്പോ ഒരു 5 മാസം കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ പടിയൊന്നും കയറരുതെന്നാ പറഞ്ഞ. അപ്പൊ വേദന അന്ന് ആ ഒരു ദിവസം വേദന എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഭയങ്കര വേദനയായിരുന്നു. ഈ ബ്രദർ പറഞ്ഞ അത് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, രോഗത്തിന്റെ ആത്മാവിനോ രോഗശക്തിക്കോ എന്റെ മേൽ അവകാശം, കരഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കുറെ കഴിഞ്ഞു. സന്ധ്യ എപ്പോഴാ ഇത് മാറിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല ബ്രദറെ. അത് മാറിപ്പോയി. ഇപ്പൊ ഞാന് ഈ 2 ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2 ദിവസം മുമ്പ് ഒരു ഇതുപോലെ സാക്ഷ്യം കേട്ടപ്പോഴാ ബ്രദറെ എനിക്കും ഇത് വേദനയായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്ത്. ഞാൻ താമസിച്ചു പോയി ഞാൻ പറയാൻ, സാക്ഷ്യം പറയാൻ. എനിക്ക് പിന്നെ ഇപ്പൊ ഞാന് സ്റ്റെപ്പ് എല്ലാം കയറി, സ്റ്റെയർ കേസ് എല്ലാം ഒരു ദിവസം 3 വട്ടം ഞാൻ കയറില്ലെന്ന് പറഞ്ഞതാ.
ആ സ്ഥാനത്ത് ഞാൻ 3 വട്ടം സ്റ്റെയർ കേസ് കയറി. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ആ പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി ബ്രദറെ. ഞാൻ നന്ദി പറയുന്നു. ബ്രദർ അന്ന് അന്നത്തെ ആ പ്രാർത്ഥന, രോഗം മാറാനുള്ള 22-ാം തീയതി അന്നത്തെ ആ പ്രാർത്ഥനയായിരുന്നു. എനിക്കത് പൂർണ്ണ സൗഖ്യം കിട്ടി. ഞാൻ ബ്രദറിനെ നന്ദി പറയുന്നു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. നന്ദി കർത്താവ്. എന്ന് ബ്രേസ് പറഞ്ഞ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. അത് കേട്ടപ്പോൾ തന്നെ ആ നടുവിന് വേദന, അസഹ്യമായ വേദന, നിഷ്ഠ നാട്ടിൽ വരുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കണം. അനേക വേദന അനുഭവിക്കുന്നവർക്ക് സൗഖ്യത്തിന് ഇത് കാരണമായി തീരും. പൂർണ്ണ സൗഖ്യമാണ്. വേദന അവിടുന്ന് അസഹ്യമായ വേദനയിരുന്ന ആളായിരുന്നു, പക്ഷെ പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. അത്ഭുത വിടുതലിനെ സ്വർഗം കൊടുത്തു. കർത്താവ് തൊട്ട് വിടിവിച്ചതിനും സൗഖ്യമാക്കിയതിനും നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഈ സാക്ഷ്യം അനേകരോട് പറയുക. അനേകരുടെ സാക്ഷ്യത്തിന് ഇത് മുഖാന്തരമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ ഒരു പറഞ്ഞോ, സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ. ബ്രദറെ എന്റെ മോൾക്ക് അവള് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പം അവരുടെ ചീഫ് വാർഡൻ അവരുടെ റൂംസ് എല്ലാം ഒന്നുകൂടെ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാരും പിള്ളേരെ, ആ ബാച്ചിലെ പിള്ളേരെ എല്ലാരെയും മാറ്റുവാണെന്ന് പറഞ്ഞു. അപ്പം ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇഷ്ടമുള്ള റൂം ഏറ്റവും മേലത്തെ ഫ്ലോറിൽ പോയി നോക്കണം എന്ന്. അപ്പം ആ റൂം നമ്പർ എനിക്ക് വന്ന് പറഞ്ഞു തരണോന്ന്. അപ്പം ആ വാർഡിന് മോൾക്കൊരു റൂം നമ്പർ കൊടുത്തിരുന്നു, 321 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു. പക്ഷെ അവള് അതില് നോക്കിയപ്പം ബാക്കി എല്ലാം മുറികള് എല്ലാം അഴുക്ക, അതായത് പെയിന്റ് ഇല്ല, ഒന്ന് ബാത്റൂം കൊള്ളത്തില്ല, അങ്ങനെ പല ഇതായിരുന്നു. പക്ഷെ 321 മാത്രം നല്ലൊരു മുറി. അപ്പം അവൾക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം എന്നോട് പറഞ്ഞു, മമ്മി അത് എനിക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണേന്ന്. ഞാൻ പറഞ്ഞു, മോളെ ദൈവം നിനക്ക് തരും, നീ വിശ്വസിച്ചു, അത് നിനക്ക് വേണ്ടിയുള്ളതാണെന്നും ഞാൻ പറഞ്ഞു. അപ്പം അതിന് വൈകുന്നേരം അവര് എല്ലാരും റൂം അലോട്ട് ചെയ്യാനായിട്ട് വന്നപ്പം റൂം നോക്കാനായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, വാർഡൻ പറഞ്ഞു 321 അതിനകത്ത് ആരാ റൂംമേറ്റ് ആരാന്ന് ചോദിച്ചു. അപ്പം PG സ്റ്റുഡന്റ് ആന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ല PG സ്റ്റുഡന്റ് കൂടെ ഇടത്തില്ല എന്ന് പറഞ്ഞു. അവള് ഭയങ്കരമായിട്ട് വിഷമിച്ചു ബ്രദറെ. എന്നിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയത്തില്ല, മനസ്സിലാവുന്നില്ല, എനിക്ക് വേറെ ഒരു റൂമിലോട്ട് ഞാൻ പോകുന്നില്ല, എനിക്ക് വേണ്ട എന്ന് വലിയൊരു വിഷമം പറഞ്ഞിരുന്നു. അപ്പൊ ഞാനത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് തന്നിരിക്കും, ആ റൂം തന്നെ ദൈവം തരുമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും ഇതിനെക്കുറിച്ച് വീണ്ടും പ്രയാസം. അവള് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി വീണ്ടും പ്രാർത്ഥിക്കണേ, ഞാൻ ആ ചീഫ് വാർഡിന്റെ മുമ്പിലോട്ടാ പോകുന്നേ, അവര് എനിക്ക് റൂം തരാനായിട്ട് പോവാ, ഞാൻ എന്തായാലും ഈ റൂം തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവള് ചോദിച്ചോടനെ അത്ഭുതം എന്ന് പറയട്ടെ ബ്രദറെ, ആ റൂം തന്നെ അവൾക്ക് കിട്ടി. ബാക്കി മുറി എല്ലാം ഭയങ്കര അഴുക്ക. അപ്പം ഇത് പെയിന്റ് ഇല്ല, ബാത്റൂമിന്റെ എല്ലാം സ്മെല്ല്, അങ്ങനെ ഒന്നും കൊള്ളത്തില്ല ഒരു റൂം. ഈ ഒരു 321 റൂം എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്പേഷ്യസ് ആ, അത് നല്ലൊരു റൂമും, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അത് അവൾക്ക് ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, ആ റൂം തന്നെ ദൈവം കൊടുത്തു. അത് അവൾക്കും ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അത് പറയുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ നീ റൂമിൽ ചെന്ന് ദൈവത്തെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം എന്നും പറഞ്ഞ് അവള് അങ്ങനെയായിരുന്നു അത് ചെയ്തത്. അവൾക്ക് ഭയങ്കര സന്തോഷം. അതൊരു വലിയ സാക്ഷ്യമാണ്. ദൈവം ആ റൂം കൊടുത്തത്. തീർച്ചയായിട്ടും കർത്താവിന് ഇടപെട്ടവന് വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രിയ സൗരി, നമുക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കളുടെ അവകാശം എപ്പോഴും എവിടെ ചെന്നാലും, ഈ വാക്കുകൾ നമുക്ക് എവിടെ ചെന്നാലും സ്പെഷ്യൽ കാര്യങ്ങളെ കർത്താവ് തുറക്കും. നമ്മളൊരു സ്പെഷ്യലാണ്. കർത്താവ് തുറന്ന വഴിക്കും പ്രാർത്ഥനയും അവിശ്വാസവും ദൈവം കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വത്തിനെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദറെ. ഹലോ, പറഞ്ഞു. ഇത് എന്റെ പേര് അനു എന്നാണ്. ഞാൻ USA വിളിക്കുന്നതാണ്. ഞാൻ ഈ സാക്ഷ്യം അല്ല പറയുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അതിഭയങ്കരമായ ഭയം കൊണ്ട് എനിക്ക് അതിഭയങ്കരമായ അസുഖമാണ്. ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായ നെർവസ്നെസ്സും ആവുക. അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം മുതൽ പറയണം, കർത്താവെ എന്റെ രോഗത്തെ യേശു ക്രൂശിൽ വഹിച്ചിരിക്കുന്നു, കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഏറ്റു പറഞ്ഞോണം. ഞാൻ ഒരു വാക്കൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവെ,
അങ്ങയുടെ അത്ഭുതം പ്രിയ മകളുടെ ഇന്ന് അനുഭവിക്കുന്ന വേദന, യാതന, രോഗങ്ങൾ കർത്താവ് ക്രൂശിൽ ഇന്നേക്ക് 2000 വർഷം മുമ്പ് അനുഭവിച്ചതാണപ്പ. അങ്ങ് വില കൊടുത്തതാണപ്പ. ഞങ്ങൾ രോഗിയാകാനുള്ള വിലയല്ല, ഞങ്ങൾ സൗഖ്യമാകാനുള്ള അവകാശികളാകാനും വേണ്ടി എൻ്റെ യേശുവെ അങ്ങ് വില കൊടുത്തല്ല. ഇപ്പോൾ ഈ നിമിഷം തന്നെ ശരീരത്തെ പിടിച്ച് മുറുക്കുന്ന രീതിയിൽ സൗഖ്യം വ്യാപരിക്കുന്നല്ലോ, അത്ഭുതം വ്യാപരിക്കുന്നല്ലോ. കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്ന ശരീരത്തിന്റെ മേൽ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ ഇപ്പോൾ തന്നെ യേശുവെ അത് സൗഖ്യമാക്കുന്നു. അത്ഭുതം